നീ എന്താ മുറ്റമടിക്കാണോ അതോ ഗാനമേള നടത്തുകയാണോ? അല്ല സാറേ, മുറ്റടിക്കുക. അല്ല ചാൻ, മുറ്റമടിക്കുക. മുറ്റമടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതിങ്ങനെ നാക്കണം. നീ ഗസറ്റ് ഓഫീസറെ ശമ്പളവും വാങ്ങിച്ച് മേലെ ഇറങ്ങാതിരുന്നു. ആർക്കാനും വേണ്ടി ഓർക്കാനിച്ചാ പോരാ. വൃത്തി വേണം, വൃത്തി. മനസ്സിലായോ? എന്നാ ഇതേപോലെ അങ്ങോട്ട് ചെയ്യും. വൃത്തിയും വെടുപ്പും എന്നൊക്കെ പറയുന്നത് ജാത്യാലുള്ളതാ. നിനക്കിവിടെ മടുത്തൊന്നല്ലേ പറഞ്ഞത്? മടുത്തെങ്കിൽ ഒരു നിമിഷം നിൽക്കരുത്, വെച്ച് വിടുന്നതാ നല്ലത്. അയ്യോ, സാറിനോട് ആര് പറഞ്ഞു? എനിക്ക് മടുത്തിട്ടില്ല. എനിക്ക് മടുത്തെന്ന് സാറിനോട് ആരെങ്കിലും പറഞ്ഞാൽ ആ പണ്ടാര കാലിലെ കുരു വെട്ടിയെടുത്തോണ്ട് പോകുള്ളൂ. എന്താടോ ഇത്? ചായ? അതല്ല, ഇതെന്തുവാന്ന്? ഇത് കാക്കക്കാഷ്ടല്ലത്. അതിപ്പം കാക്കയോട് തോറരുതെന്നൊക്കെ പറയാൻ പറ്റുമോ? താനാ വെള്ളം കിട്. ചായ. ഓ, തനിക്ക് ഈ ഗ്ലാസ് ഒന്ന് നേരെ ചൊവ്വേ കഴിക്കൂടെ? നന്നായി കഴി, വേറെ ചായ എടുത്തുണ്ടോ? ഇതുകൊണ്ട് കളാ. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യന് രാവിലെ. എന്തിനാ അത് കളഞ്ഞത്? നല്ല കട്ടിപ്പാലുണ്ട് ഉണ്ടാക്കിയ ചായയായിരുന്നു. എനിക്ക് തന്ന ഞാൻ കുടിക്കില്ലേ? അല്ലെങ്കിൽ എനിക്കറിയാം എനിക്ക് തരില്ലെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ അതേപടി അവിടെ കൊണ്ടുപോയി വിളമ്പിയല്ലേ? അങ്ങനെ പറ്റിപ്പോയി. അദ്ദേഹത്തെ ഒന്ന് നേരാക്കി എടുക്കാൻ നോക്കിയതാ. കേടായ വണ്ടി ജാക്കി വെച്ച് പോക്കും പോലെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി. കമലാക്ഷി അത് വിട്ടേക്ക്. ഇനി ചായ ഇടണ ഇട്ടതുണ്ട്, ഇതൊന്ന് കഴുകിച്ചാ മതി. ഇങ്ങ് താഴണ. എന്തിനാ ഇതിങ്ങനെ ഇപ്പോഴും കഴുകുന്നത്? പിന്നെ അണ്ണന് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടാ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കും. എന്നാ ആ ചായ ഇങ്ങോട്ട് ഒഴിക്കും. എന്തിന്? ആ ചായ ഇങ്ങോട്ട് ഒഴിക്കും. വേലയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒഴിക്കും. അങ്ങേര് പറയുന്നതൊക്കെ അപ്പാടെ കേട്ട് കേട്ട് അപ്പു അണ്ണനാ അങ്ങേര് ഇങ്ങനെ വഷളാക്കുന്നത്. ഈ ചായ ഞാൻ കൊണ്ട കൊടുക്കാം. അയ്യോ ചതിക്കല്ലേ, ഇവിടെ കൊലക്കളാവും. പിന്നെ എന്നെ അങ്ങ് മുടങ്ങോ? അമ്മോ, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാ ഇതുപോലത്തെ പടങ്ങളൊന്നും ഇവിടെ ഒട്ടിക്കരുതെന്ന്. ചുമ്മാതല്ല ഏത് നേരം കഥ പറച്ചിരിക്കുന്നത്. മയക്കുമരുന്നും സിറിഞ്ചൊക്കെ ഉണ്ടോടാ? അയ്യേ, ഞാനാ ടൈപ്പൊന്നുമല്ല. നിന്നെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഈ മുറിയൊക്കെ വെടിപ്പാക്കിയിടണം. പ്രൊഫസർ ബാലേന്ദ്ര മേനോന്റെ വീട്ടിലെ മുറി ആയിരിക്കണം ഇത്. മനസ്സിലായോ? നിനക്ക് എവിടെ നിന്നാടാ മൊബൈൽ ഫോൺ? എന്താ മറുപടിയില്ലേ? എനിക്ക് മൊബൈലൊന്നുമില്ല. പിന്നെ ഇപ്പൊ കേട്ടതോ? എന്ത് കേട്ടു? ഞാനൊന്നും കേട്ടില്ലല്ലോ. അങ്കിളിന് തോന്നിയതായിരിക്കും. അല്ല, എന്താടാ ഇത്? മൊബൈല് ആണോ? ഇതെവിടുന്നാ? ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ. പ്ലീസ് അങ്കിൾ, ഓപ്പറേറ്റ് അറിയാതെ അവിടെ എവിടെയും പിടിച്ചേക്ക് അതാകെ കൊളായിപ്പോ. വില കൂടിയ സെറ്റാ. അല്ല അങ്കിളെ നശിപ്പിക്കല പ്ലീസ്. അത് തിരിച്ചു കൊടുക്കണം എനിക്ക്. കാണിക്കുന്ന അയ്യതാ പോയി. അത് ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. പിന്നെ ചേട്ടാ ഒന്നുമില്ല, അത് നല്ല സെറ്റർ. ഇദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ലേ? ആവശ്യമില്ലാത്ത പിള്ളേരുടെ കാര്യത്തിലൊക്കെ വെറുതെ കയറി. പണി ഉണ്ടാകാതിരിക്കാനാ താൻ അവന്റെ അഭിപ്രായം ശ്രദ്ധിച്ചോ? അത് അവന്റെ തന്നെ. മാത്രമല്ല, ഞാൻ കാണാൻ പാടില്ലാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ട്. തനിക്കറിയോ, ഈ ലോകത്ത് നടക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും കാരണം ഈ മൊബൈൽ ഫോണാ. അതെയോ? ആ. അണ്ണാ ഞാൻ നോക്കാം. നീ ഇതിൽ കയറി പിടിക്കാതെ പോയൊരു വാഴയില വെട്ടിക്കൊണ്ട് വാ. ചെല്ലേ. അല്ല, എന്തിനാ വാഴയില? ഇതിനകത്ത് ഇട്ടാ മതി. എന്റെ വായി കിടക്കുന്നത് കേൾക്കും കേട്ടോ. പോയി പറഞ്ഞ പണി ചെല്ലി. പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ തോറ്റു പോയുള്ളൂ. കത്തി എവിടെയാ? കത്തി കൂടി ഞാൻ എന്റെ കയ്യിൽ എടുത്തരണോ? പോയി നോക്കി എടുത്തോണ്ട് പോ. ആ കത്തി വേണ്ടിയിരിക്കണം. എന്നെ കഷ്ടപ്പെടുത്തുന്നല്ലാതെ എന്താ ഇതിലൊക്കെ ഒരു കാര്യം? ആ പാത്രത്തിൽ രണ്ട് കൊണ്ടുപോയി എന്തൊരു കുഴപ്പം? അല്ലെങ്കിൽ അയാൾക്ക് ഒരെണ്ണം വന്നിട്ട് വെട്ടിക്കൊണ്ടുപോയി കൂടെ? എന്തിനാ വാഴയെ നീ കൊലയ്ക്കാൻ പോയത്? കൊലയട്ടെ.
അയാളും അയാളുടെ ഒരു വാഴയും. നന്നായില്ല. ഒരു വാഴയില വെച്ചെടുക്കാൻ ഇത്രയും സമയം വേണം? പിന്നെ വേണ്ടേ? ആദ്യം വാഴ വെട്ടി അത് താഴെ വന്നിട്ട് വേണ്ടേ അതിന് ഇല വെട്ടിയെടുക്കാൻ? അപ്പൊ വാഴ വെട്ടിയോ? വെട്ടി. ഏത് വാഴ? കൊലച്ച് നിൽക്കണ വാഴ. ദൈവമേ, നീ എന്നെ കൊല്ലിക്കും. അപ്പൊ നമുക്ക് ഇല വേണ്ടേ എന്ന് വെച്ച് കൊലച്ച വാഴ പോയി വെട്ടല? അയ്യോ അയ്യോ, ഇനി നോക്കിക്കാതെ വാട്ടെടുക്ക് ചെല്ല്. അയ്യോ ഇതിനകത്ത് ഇത്തിരി അഴുക്കുണ്ട്. ഇത് എവിടെട്ടാ വാട്ടത് നോക്കട്ടെ. അണ്ണ അത് ചോറിടുമ്പോ വാടിക്കോളൂ അണ്ണ. വാടുവല്ലേ? എന്താ ആയില്ലേ അപ്പുള്ളേ? ഇതാ ചുട്ടരച്ച ചമ്മന്തിയും അച്ചാറും കാച്ച മോരും മാത്രമേ വെച്ചിട്ടുള്ളൂ. എന്താ അത് പോരെ? മതിയെങ്കിൽ മതി. പക്ഷേ ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ശരി, ഇനിയെങ്കിലും ഇലവാട്ടി പൊതിയല്ലോ ഒന്ന് മതിയാക്കണം. ഒരു ടിഫിൻ ബോക്സ്, അത് വെക്കാൻ ഒരു ബാഗ് മതി. തൽക്കാലം എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഒരു ഉപദേശമായിട്ട് വന്നോളൂ. എന്തിനാ അയാളോട് കിടക്കും പിന്നേരൊക്കെ പറയാൻ നടക്കുന്നത്? എന്തിനാ ഇതോ കൊണ്ടുപോയി തിന്നട്ടെ അയാള്. ഒന്ന് പോരെ അവിടെ. നിന്നെ ആരെയും കൊണ്ട് വിളിച്ചോ? മേലാലിക്കാര്യം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത്. ഓ വരുന്നു മാക്കോത. ഞാനൊന്നും വരുന്നില്ലേ, എനിക്കെന്ത് കാര്യം? ചെല്ല്. നീയാ? ഞാനങ്ങ് പേടിച്ചു പോയി. നീ കയറി വരുന്ന ആരെങ്കിലും കണ്ട? അയ്യേ, എന്ത് നോട്ടോടിയത്? വീട്ടിൽ കയറി കുറച്ച് മാനസ് വേണ്ടേ? അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചോളാം. താഴെ പിള്ളച്ചേട്ടല്ലേ, നിന്നെ കണ്ട? പിള്ളച്ചേട്ടനെ കണ്ടില്ല, തള്ളച്ചേട്ടൻ കോളേജിൽ പോണത് കണ്ടു. തന്നെ ആരും ഇല്ലല്ലേ? പിന്നെന്തിനാടി ഞാൻ പേടിക്കുന്ന? അയ്യോ വേണ്ട വേണ്ട, അവിടെ നിന്നാ മതി. ഞാനൊരു കാര്യം പറയാൻ വന്നതാണേ. പറഞ്ഞോളൂ. അയ്യ, ആദ്യം നീ ടവലൊന്ന് എടുത്ത് ഉടുക്ക്. എന്തിനാടി? ഒന്ന് ഉടുക്ക്. ഓക്കേ, ഉടുത്തോ? കള്ളം പറയരുത്, ഇല്ലേ നിന്നെ കാണാൻ പരമ പോറാ. ഇപ്പഴാ ശ്വാസം നേരെ വീണത്. അയ്യ എന്തൊരു ചിരി. നാളെ കോളേജിൽ നിന്ന് സ്റ്റഡി ടൂർ പോവാ. ഞാനും പോകുന്നുണ്ട്. എവിടെ? എത്ര ദിവസം? 3 ദിവസം. ഊട്ടി, മൈസൂർ, ബാംഗ്ലൂർ, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ. താൻ പോണ്ടടോ. അയ്യോ അത് പറ്റില്ല, കാശൊക്കെ കൊടുത്തതാ. എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറഞ്ഞേ? പോവാതിരിക്കാൻ ഞാൻ കുറെ ശ്രമിച്ചതാ. പക്ഷേ ശാലിനി ടീച്ചർ മമ്മിയുടെ ഫ്രണ്ട് അല്ലേ, അങ്ങനെ പെട്ടുപോയതാ. അപ്പൊ നമ്മൾ ഇനി എന്നാ കാണുന്നേ? 3 ദിവസം കഴിഞ്ഞിട്ടാ? അതുവരെ ഞാൻ അതെ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം റേഞ്ച് കിട്ടുന്നിടത്തുനിന്ന്. എന്നാലും 3 അയ്യോ ദിവസം ഞാൻ വേണ്ട ചെറുക്കാ, വേണ്ട. അധിക സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. 3 അല്ല 30 ദിവസം എന്നെ കണ്ടില്ലേലും നിനക്ക് ഒരു വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഞാൻ ഇറങ്ങുക. നീ ഇന്ന് കോളേജിലേക്കില്ലേ? നിന്റെ മൊബൈൽ ഓഫ് ആണല്ലോ. ചൂടാവല്ലേ കൂട്ടാ. നിന്റെ ചൂട് മാറ്റാൻ ഞാൻ ഊട്ടിന്ന് വരുമ്പോഴേ കുറേ മഞ്ഞു കൊണ്ടുവരാട്ടോ. ഇപ്പോഴത്തെ പ്രശ്നം പ്ലാസ്മ ടിവിയാണ്. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ തലാക്ക് ചൊല്ലുന്ന ലക്ഷണമാണ്. വാങ്ങിക്കൊടുത്താൽ എന്താ സാറേ? 3 കുട്ടികളുടെ ബാപ്പി ആക്കിയില്ലേ സാറിന്? അപ്പോ വാങ്ങിക്കൊടുത്തേ. പിന്നെ അല്ലാതെ. നെവർ ഡു ഇറ്റ്. ഭാര്യമാരുടെ ഡിമാൻഡ് അംഗീകരിച്ചു തുടങ്ങിയാൽ നോ എൻഡ് ടു ഇറ്റ്. മൈ വൈഫ് കമ്പൽസ് മീ ടു ടേക്ക് ഹർ ടു തിരുപ്പതി. ബട്ട് ഐ സിംപ്ലി റിഫ്യൂസ് ടു ഒബ്ലൈജ്. പണം വേണ്ടേ? സ്വാമി സാർ ഇങ്ങനെയൊക്കെ പറയും കേട്ടോ അസി സാറേ. കാര്യം നടക്കണമെങ്കിൽ പ്ലാസ്മ ടി വി തന്നെ വേണം. ഇത്ര ചിരിക്കാൻ തിരിക്കുന്നു. അതിനല്ലേ അസീസ് ദിവസം മുല്ലപ്പൂ അടിച്ചോണ്ട് പോകുന്നത്? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അയ്യോ സൗരഭ്യം കൂടിപ്പോയല്ലേ സാറേ, 3 എണ്ണം ഉണ്ടെന്ന് ഓർമ്മ വേണം. എന്താ എല്ലാവരും കൂടെ ഒരു കൂട്ടച്ചിരി? ഞാനൂടെ അറിയട്ടെ, ഒക്കെങ്കിൽ ഞാനൂടെ ചിരിച്ചേക്കാം. അതൊക്കും തോന്നില്ല എന്റെ സാറേ. ശരിയാ, അത് പറഞ്ഞ് ശിശുക്കൾക്ക് മനസ്സിലാവില്ല. എന്റെ മേനോ സാറേ, സാറിന്റെ ലൈനാ ശരിയെന്ന് ഇപ്പൊ തോന്നുന്നു. മനസമാധാനം ഉണ്ടാകുമല്ലോ. അത് വെറുതെ. ഇടിവീണ തെങ്ങ് പോലെ ജീവിതം പാഴാക്കി കളയുന്നതിന്റെ ഫോളിഷ്നെസ് വയസ്സുകാലത്ത് അറിയുന്നത്. കിടപ്പിലായ ആരുണ്ട് നോക്കാൻ?